ഹലോ ഡിയാസ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റമിസ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇതാ റിലീസ്ഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് നമ്മളിങ്ങനെ ഈഗേർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിവേ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ഓരോ ചാപ്റ്റേഴ്സിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒന്ന് ഈസി ആയിട്ട് മിസ് ചെയ്താൽ ഒന്ന് വേഗം ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ കമ്പയർ വിത്ത് നമ്മുടെ പഴയ ഒരു ടെക്സ്റ്റ് ബുക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 7ാം ക്ലാസ്സിലെ CBSEയിൽ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്താണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 6ാം ക്ലാസ്സിലെ ടോപ്പിക്കിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ ഫിസിക്സിൻ്റെ കേസിൽ, അതായത് നമുക്കറിയാം ഇപ്പോൾ സയൻസ് തന്നെ എന്താണ് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് തന്നെ നമ്മൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ ഫിസിക്സിൻ്റെ ആ ഒരു കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫിസിക്സിൽ പഠിക്കുന്ന എല്ലാവിധ ടോപ്പിക്സും എന്താണ് നമ്മൾ 7ാം ക്ലാസ്സിൽ, അതായത് അടുത്ത കൊല്ലം ഇതേപോലെ തന്നെ ഇത്രയും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മുടെ 6ാം ക്ലാസ്സിലെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ആ ഓരോ ചാപ്റ്റേഴ്സിലും അവർ ഹൈലൈറ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നൊക്കെ നമുക്ക് വേഗം ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ടോട്ടൽ നമുക്ക് 12 ചാപ്റ്ററാണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. അതായത് സയൻസിനെ പറ്റി, അത് മാത്രമല്ല നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് സയൻസിൻ്റെ ആ ഒരു റിലേഷൻ പറ്റിയൊക്കെ എന്താണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കിട്ടും. ഒരു ബേസിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം എന്താണ് സയൻസ് എന്നതിൻ്റെ ഡെഫിനിഷനൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സയൻസും നമ്മുടെ സറൗണ്ടിങ്സും തമ്മിലുള്ള ആ ഒരു റിലേഷനും അതുമാണ് ഈ ഒരു യൂണിറ്റിൽ മുൻതൂക്കമായിട്ട് ഇവർ പറയുന്നത്. ഇനി അടുത്ത യൂണിറ്റ് എടുക്കുവാണെങ്കിൽ ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. ഇവിടെ നമ്മൾ പറയുന്നത് ഡൈവേഴ്സിറ്റി അതായത് ആനിമൽസിൻ്റെ കേസ് ആയിക്കൊള്ളട്ടെ, പ്ലാന്റ്സിൻ്റെ കേസ് ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ സറൗണ്ടിങ്സിലുള്ളത്. പല വൈവിധ്യങ്ങളും പല ഡൈവേഴ്സിറ്റിയും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസ് ആണെങ്കിൽ അവരുടെ റൂട്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, അവയുടെ വെനേഷൻ, അതായത് അവയുടെ ഇലകളുടെ ആ ഒരു സിരകളിലെ ഇലകളുടെ വെയിൻസ്, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ പ്ലാന്റ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആനിമൽസിൻ്റെ കേസിലും ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ആനിമൽസിൻ്റെ ആ ഒരു ഡൈവേഴ്സിറ്റി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പ്ലാന്റ്സിനെ പറ്റിയും അതുപോലെ തന്നെ ആനിമൽസിനെ പറ്റിയും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത യൂണിറ്റ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്, എ പാത്ത് ടു ഹെൽത്തി ബോഡി. ഓക്കെ, ഇവിടെ നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ന്യൂട്രിയൻസിനെ പറ്റിയാണ്, അതായത് കമ്പോണൻസ് ഓഫ് ഫുഡ്. നമുക്കറിയാം ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്. ഈ പറയുന്ന ന്യൂട്രിയൻസിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസസ്, അതായത് ഈ പറയുന്ന ന്യൂട്രിയൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന കുറച്ച് ഡിസീസസിനെ പറ്റിയും ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ 3rd യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തത് എക്സ്പ്ലോറിങ് മാഗ്നറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മാഗ്നറ്റ്സിനെ പറ്റിയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, മാഗ്നറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് ആൻഡ് മോഷൻ. അതായത് നമുക്കറിയാം ഇപ്പം എന്താണ് മോഷൻ, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് മോഷൻ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ലെങ്ത് മെഷർ ചെയ്യുന്നത്, അതായത് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ മെറ്റീരിയൽ അറൗണ്ട് അസ്. അതായത് നമ്മുടെ ചുറ്റുമുള്ള മെറ്റീരിയൽസ് നോക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ചില മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വളരെ ട്രാൻസ്പാരൻ്റ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു വസ്തുവിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എന്താണ് അപ്പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. അതായത് മെറ്റീരിയൽസിനെ ഇവിടെ ട്രാൻസ്പാരൻ്റ് മെറ്റീരിയൽ, ട്രാൻസ്ലൂസൻ്റ് മെറ്റീരിയൽ, ഒപ്പാക് മെറ്റീരിയൽ എന്നിങ്ങനെയൊക്കെ നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഈ പറയുന്ന മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസും ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് ഈ സയൻസിൻ്റെ ആ ഒരു റിലേഷൻ, അതായത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചിരിക്കുന്ന ആ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ പല പല യൂണിറ്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്തതാണ് ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്സ്. നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എങ്ങനെയാണ്
അളക്കുന്നത്, അതുപോലെ തന്നെ ലാബിൽ എങ്ങനെയാണ് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്, അതിന് സഹായിക്കുന്ന ഡിവൈസ് എന്താണ്, തെർമോമീറ്റർ എന്താണ്, ക്ലിനിക്കൽ തെർമോമീറ്റർ എന്താണ്, ലബോറട്ടറി തെർമോമീറ്റർ, അങ്ങനെയുള്ള കുറച്ച് ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ പറയുന്ന ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്ററും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് എ ജേർണി ത്രൂ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. നമുക്കറിയാം സ്റ്റേറ്റ് ഓഫ് മാറ്റർ അല്ല, സ്റ്റേറ്റ് ഓഫ് വാട്ടർ. ഇപ്പം നോർമലി സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് നമുക്കറിയാം അല്ലേ. ഈ 3 സ്റ്റേറ്റിൻ്റെയും അവർക്കിടയിലുണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതിനൊക്കെ നമ്മൾ ഓരോ പേര് വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ആ പേരുകൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, വാട്ടർ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതായത് നമുക്കറിയാം വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡ് സ്റ്റേറ്റിൽ ഏതാണ്, അത് ഐസാണ് അല്ലേ. ലിക്വിഡ് സ്റ്റേറ്റിൽ ഏതാണ്, അത് നമ്മുടെ വാട്ടർ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റേജിൽ ഏതാണ്, അത് നമ്മുടെ വാട്ടർ വേപ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഈ 3 കാര്യത്തിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കൂളിംഗ് എഫക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ജനറൽ ആയിട്ട് കുറച്ച് ഐഡിയാസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് നമ്മുടെ ജേർണി ത്രൂ ദ സ്റ്റേറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സെഡിമെൻറ്റ് ചെയ്യുന്നത്, അതിനുള്ള കുറച്ച് മെത്തേഡ്സ്, കുറച്ച് ടിപ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. കുറേ പുതിയ പുതിയ ടേംസ് നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ 9th ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ലിവിങ് ക്രിയേച്ചർ എക്സ്പ്ലോറിങ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കറിയാം നമ്മുടെ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു വിത്ത് മുളയ്ക്കുന്നത്, അതായത് സീഡ് ജെർമിനേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇപ്പോൾ ആനിമൽസിൻ്റെ കേസിൽ അവയുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, പ്ലാന്റ്സിൻ്റെ കേസിൽ അവയുടെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് നേച്ചർ ട്രഷർ. അതായത് നമ്മുടെ പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുമായിട്ടൊന്ന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, ധാരാളം ഫോറസ്റ്റ് ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വിവിധ തരത്തിലുള്ള മണ്ണുകൾ, വിവിധ തരത്തിലുള്ള പാറകൾ, അങ്ങനെ നമ്മുടെ നേച്ചറിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കുറേ സർപ്രൈസസുകളെ പറ്റിയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇതൊക്കെ എന്താണ്, നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനിയാണ് ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ്, ബിയോണ്ട് എർത്ത്. നമ്മുടെ ഭൂമിയും കടന്നുപോയി നമ്മളങ്ങ് സോളാർ സിസ്റ്റത്തിലേക്ക് എത്തുന്നു, നമ്മൾ പ്ലാനറ്റ്സിനെ പരിചയപ്പെടുന്നു, അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റലേഷൻ, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ, നക്ഷത്ര ഗണങ്ങൾ, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ബിയോണ്ട് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും യൂണിറ്റുകളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വളരെ സ്പീഡിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത് എന്ന് മിസ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായ വർഷം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഇത് സിലബസ് മാറി വന്നത് പുതിയൊരു ടോപ്പിക്ക്, പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, വളരെ നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇനി മുതൽ ഇതാണ്ട് നമ്മുടെ ക്ലാസ് 6 CBSE ചാനലിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ മക്കളും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്കിനി ലൈവ് ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു സൂൺ. ബൈ.